Wait, sir. Shruti, missed you here. എന്തോ ഒരു ടെൻഷൻ. നാക്കിന്റെ കാര്യമാണോ? ആ നമുക്ക് നോക്കാന്നേ. നെക്സ്റ്റ് അവർ ക്ലാസ് ഉണ്ടോ? ക്ലാസ് ഒക്കെ ഉണ്ട്. എന്തേ? ഒരു കോഫി ആയാലോ? നിർബന്ധിക്കണം. നിർബന്ധിച്ചിരിക്കും. എന്നാ ശരി. ഈ പിള്ളേരെ കൊണ്ട് തോറ്റി ഇവിടെ കിടന്ന് ബഹളം വെക്കാത്ത ക്ലാസ്സിൽ പോകാൻ എല്ലാവരും ഉരുത്തമിട്ട പിള്ളേര് ഒറ്റടം പറഞ്ഞനുസരിക്കൂല. ദൈവമേ, പാണ്ടിലോന്റെ മുമ്പിലാണല്ലോ കേട്ടത്. அவங்க நல்லா தானே விளையாடுறாங்க, விளையாடட்டுமே. അല്ല സാർ, അവ വന്ന് അത് വിളിച്ചാ അതേ പറയണ്. சார், எனக்கு மலையாளம் கொஞ்சம் கொஞ்சம் அறியாம். எப்படி? അയ്യോ, കൊഞ്ചം കൊഞ്ചം അല്ല സാർ, കുറച്ച് കുറച്ച് അറിയാമെന്ന് പറയും. അവിടെ കുറച്ചിരുന്നു குறைச்சி குறைச்சா தமிழ்ல குறைச்சுன்னா நான் இல்ல குறைக்கும். நம்ம பிஹெச்டி நம்மளெல்லாம் அவர் சொல்ல மாட்டார். என்ன இங்கெல்லாம் குறைக்க ஆரம்பிச்சிருச்சு? തൻ്റെ സ്റ്റുഡൻറ് മെൻറ്റർഷിപ്പ് ലിസ്റ്റ് ഞാൻ കണ്ടു. എൻ്റെ ക്ലാസ്സിലെ തലതെറിച്ച 4 തൻ്റെ ഗ്രൂപ്പിലാണല്ലേ? യെസ്, പ്രശാന്തും ശ്രീജിത്തും സലീമും പിന്നെ സോളമനും. 3 പേരുടെ കാര്യം ഓക്കെയാണ്. അതിലാ സോളമൻ ഇത്തിരി ടഫാണ്. അറിയാം, അവരുടെ കാര്യത്തിൽ ഞാൻ സഹായിക്കാം. താ ഒരു കാര്യം ചെയ്യും, അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കും. ഓക്കെ ശരി, ഞാനൊന്ന് ഇറങ്ങാം, ക്ലാസ് ഉണ്ട്. ഓക്കെ സാർ. ഓക്കെ. என்ன வேத் சார், നാക്ക് വർക്ക് എപ്പടി പോയിട്ട് ഇருக்கு? ഈ കോളേജിന് നാക്കിന്റെ സി പോയിട്ട് ഡി പോലും കിട്ടില്ല, പിന്നെയാണ് ബിയും B+ഉം. നാട്ടിൽ എന്തോരം നല്ല കോളേജുകൾ ഉണ്ട് മാഷെ. സാർ, ഇത് റിസൾട്ട് അനാലിസിസ് ഷീറ്റ് പഠിച്ചു പറഞ്ഞു. உங்க சப்ஜெக்ட்டுக்கும் ஜோசப் சார் சப்ஜெக்ட்டுக்கும் சேர்த்து இப்போ ஃபைனல் இயர் பசங்க மொத்தமா கிளாஸ் ஆவரேஜ் 96%. சார், இதை கூட படிக்க மாட்டீங்களா? தயவு செய்து இந்த கிளாஸ் டெஸ்ட் பேப்பரை திருத்துறது இதெல்லாம் விட்டுட்டு வேத் சாருக்கு கொஞ்சம் ஹெல்ப் பண்ணுங்க சார். பசங்களுக்கு என்ன படிக்கணும்னு தெரியணும். இது காலேஜ், ஸ்கூல் இல்லை. இங்கே என்ன படிக்கிறோங்கிறது பசங்களுக்கு நல்லா தெரியணும். ஸ்கூல் மாதிரி டெஸ்ட் வைக்கிறது, இம்போசிஷன் கொடுக்கறது, அசைன்மெண்ட் கொடுக்கறதுன்னு எல்லாரையும் டார்ச்சர் பண்ணாதீங்க சார். எவ்வளோ டெஸ்ட் வச்சாலும் படிக்கிற பசங்க படிச்சுக்கிட்டு தான் இருப்பாங்க, படிக்காதவங்க திருந்தவே போறதில்லை. என்ன மேஜிக் பண்ணாரோ தெரியல, இந்த கிளாஸோட ஆவரேஜை ஏத்திட்டாரு. அதான் எனக்கும் புரியல. ഇയാൾ എന്തൊക്കെയോ പ്രാന്ത് പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ആ നവീനും ഗ്രീഷ്മയൊക്കെ നല്ല റാങ്ക് പ്രതീക്ഷയുള്ള പിള്ളേരായിരുന്നു. ഇപ്പൊ അവരുടെ ആവറേജ് കുറഞ്ഞിട്ടുണ്ട് 5%. അറിയോ? എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് ആയിരുന്നു. 98 മാർക്കാണ് പിള്ളേർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ ആരുടെയൊക്കെയോ ഉപദേശം കേട്ടിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നടക്കാ പിള്ളേര്. ഉഴപ്പന്മാര്. சார், 13 வருஷங்களா நீங்க சேர்த்து சேர்த்து வச்சிருக்கீங்களே பேப்பர், ஜெயிச்சவங்களோட தோத்தவங்களோட பேப்பர்ஸ், எப்பயான ஒரு தடவை வெளியே எடுத்து திருத்தி திருத்தி எல்லாத்தையும் உள்ளேயே வச்சிருக்கீங்க. அப்படி பார்த்தா உங்க கிளாஸ்ல 97% பாஸ் ஆயிருக்கணுமே, இல்லையே? சார், உங்க கிளாஸ்ல ஏன் பேப்பர், கம்பைலர், டிசைன், இந்த வார்த்தை என் வாய்க்குள்ள நுழையறதுக்கே இத்தனை வருஷம் ஆச்சு. ஆனா ஃபைனல் இயர் ஸ்டூடெண்ட்ஸ் எல்லாருமே பாஸ் ஆயிடுறாங்க. 5th செமஸ்டர் எழுதுறவங்க என்ன பண்றாங்கன்னே தெரியல. எதை கேட்டாலும் வேத் சார் எங்களுக்கு சொல்லி கொடுத்தாரு, வேத் சார் அப்படி சொல்லி கொடுத்தாருன்னு சொல்லிக்கிட்டே இருக்காங்க. வேத் சார், உங்களை பார்த்தா பொறாமையாவும் இருக்கு, பெருமையாவும் இருக்கு சார்.
റാങ്ക് വാങ്ങിക്കേണ്ട പിള്ളേരെ വിട്ട് ക്ലാസ് ആവറേജ് കൂട്ടാൻ വേണ്ടി നടത്തുന്ന പ്രാന്ത്. തനിക്കൊക്കെ വട്ടാണോ, മുഴുത്ത വട്ട്. അല്ലെങ്കിൽ ഈ 40%, 50% മാർക്ക് വാങ്ങിക്കുന്നവന്മാര് രക്ഷപ്പെടുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഗുണം പിടിക്കില്ലടോ. വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ടാണെങ്കിൽ തിരക്കിടൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് ക്ലാസ് ഒന്നുമില്ല ടീച്ചർമാരെ? പോയിട്ട് ആ പിള്ളേർക്ക് വല്ലതും പറഞ്ഞു കൊടുക്കുക. വെറുതെ ഈ വട്ടും കെട്ടോണ്ടിരിക്കുകയാണ്. ഒരു വേദം അതിന് പറ്റിയൊരു വേദാളോ. சார் அவங்கள விடுங்க, நாங்க இருக்கோம். சார் ஊருக்கு போறீங்கல்ல, வரும்போது திருநெல்வேலி ஹல்வா வாங்கிட்டு வாங்க. நான் இருக்கும்போது அல்வா உங்களுக்கு எதுக்கு? அப்படியே வந்தாலும் அந்த ஆளுக்கு கொடுங்க, கவலையை விடுங்க. Wait, sir. Sorry that you've been underestimated by us. നിങ്ങളുടെ ഇൻ്റർവ്യൂവും ഡെമോ ക്ലാസ്സും വളരെ മോശമായതുകൊണ്ട് ഇവിടെ വന്ന ടീച്ചേഴ്സിൻ്റെ പോലെ പറ്റിക്കൽ പാർട്ടി ആയിരിക്കും എന്ന് കരുതി. സോറി സർ. മാം സോറി പറയരുത്. സി, ഞാൻ ഈ കാണിക്കുന്നൊക്കെ വെറും ജാലവിദ്യക്കാരൻ്റെ തട്ടിപ്പുകളാണ്. ശരിക്കും പഠിപ്പിക്കുന്നത് മാമും ജോസഫ് സാറിനെയും പോലുള്ള ആളുകളാണ്. ഞാൻ ഈ പിള്ളേരോട് ഇങ്ങനെ വെറുതെ. വേദ്, ഡോണ്ട് ബി സോ ഹംബിൾ. യു ഹാവ് ദറ്റ് പൊട്ടൻഷ്യൽ. നൗ ദറ്റ് ചെയർമാൻ നാക്കിൻ്റെ ഫുൾ ഇൻചാർജ് ആണ് തന്നിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഈസി. 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള എനിക്കും 13 വർഷം പരിചയമുള്ള ജോസഫ് സാറിന് പോലും ഈ ഡ്യൂട്ടി തന്നിട്ടില്ല. വി ആർ ദെയർ ടു ഹെൽപ്പ് യു. ഫസ്റ്റ് സ്റ്റെപ്പ് 100% ക്ലാസ് ആവറേജ് ആണ്. അത് തയ്ക്കാൻ സാറിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. യു കെൻ ഡു ഇറ്റ്. സോളമൻ, ഹി ഈസ് ദി ഓൺലി കൾപ്രിറ്റ് ലെഫ്റ്റ് ഔട്ട്. ഭയങ്കര ടഫാണ് മാം അവൻ, ഭയങ്കര ടഫ്. ക്ലാസ്സിലേ വരാറില്ല. വന്നാലും ഹി ഹാസ് ഡിസൈഡഡ് ടു ഫെയിൽ. ആരോടോ എന്ത് വാശിയാണ്. പിന്നെ സ്ട്രിപ്സും യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രിപ്സ്? യു മീൻ ഡ്രഗ്സ്? യെസ്. ഇപ്പോ നാവിനടിയിലൊക്കെ ഒട്ടിച്ചു വെക്കുന്ന രീതിയിൽ വരുന്നുണ്ടല്ലോ. കണ്ടിന്യൂസ് ആയി സലൈവ വരും. ഹി ഈസ് യൂസിങ് ദാറ്റ്. ഹി ഹാസ് ഗോട്ട് എ ബോട്ടിൽ നിയർ ടു ഹിം ടു സ്പിറ്റ് ദാറ്റ്. ഡോണ്ട് നോ വാട്ട് ടു ഡു. പഠിക്കുമ്പോൾ ഇതുപോലൊരു തലതെറിച്ചവൻ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. ആണോ? ആരായിരുന്നു അത്? ഞാൻ തന്നെ. അനു, അമ്മ ഇങ്ങനെ തല്ലി ഉപദ്രവിച്ചും പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ല ഇത്. ഇത് കണ്ട, ഒരാൺകുട്ടി ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. എന്നെ ഞാൻ എങ്ങനെ തല്ലാതിരിക്കുക? അവൻ്റെ അച്ഛനറിഞ്ഞുണ്ടല്ലോ, കൊന്നുകളയോ അവനെ. ടീച്ചറെ, ഞാൻ ഇതൊന്നും മനഃപൂർവ്വമല്ല. അമ്മനോട് ഒന്നും പറ ടീച്ചറെ. എനിക്ക് ഇനി ഇങ്ങനെ പറ്റൂ. അമ്മ, ഇതൊരു തെറ്റാണെന്ന് പറഞ്ഞ് നമുക്ക് കണ്ണടയ്ക്കാൻ കഴിയില്ല. ഇത് വെറും ഒരു ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ്. ഇവിടെ ഇപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. നമ്മൾ ശാന്തമായി ഇതിനെ ഉൾക്കൊള്ളണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പരിഹാരവും. അനു, നിന്റെ ഐഡന്റിറ്റി തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണമായ അവകാശം നിനക്കുണ്ട്. പക്ഷേ ഇതുവരെ നിന്നിൽ നിന്നും നിന്റെ പാരൻസ് എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത്
അതിനേക്കാൾ ഉയർന്ന നിലയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം നിനക്കുണ്ടാകണം. അതുകൊണ്ടെങ്കിൽ നീ ഈ ചെയ്യുന്നത് നിന്റെ ശരിയാ.